അപ്പം ഇന്നത്തെ പരിപാടി നമ്മളങ്ങനെ കർണാടക ഏരിയ കണ്ടാണെന്ന് അറിയില്ല, പിന്നെയും വിശക്കാൻ തുടങ്ങി. നേരെ അടുത്തുള്ള ഒരു പാട്ടിക്കടയിൽ കയറി ആവേശം കാണിച്ചൊരു പൊങ്കൽ ഓർഡർ ചെയ്താണ്. തമിഴ്നാട് എത്തിയപ്പോഴേക്കും കൂടെ വന്നിട്ടെല്ലാം ഒടുക്കത്തെ തമിഴ് കുറച്ചിട്ട് എന്തോ ഓർഡർ ചെയ്തിട്ട് വരാത്തതുകൊണ്ട് കാത്തിരിക്കണം ഇവൻ. പോണ വഴിയെല്ലാം നല്ല പ്രകൃതി രമണീയായിരുന്നു. റോട്ടിൽ വണ്ടിയില്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലെ സകല കന്നുകാലികളും ഈ റോട്ടിലുണ്ടായിരുന്നു. 2 ദിവസത്തെ യാത്രശേഷം അങ്ങനെ ഞങ്ങൾ ടിബറ്റൻ വില്ലേജിലെത്തിയിരിക്കുന്നത്. എവിടെ നോക്കിയാലും സമാധാനവും ടിബറ്റൻ ഫ്ലാഗുകളും. ഞങ്ങൾ പോണ സമയത്ത് അവിടെ ഒരു വലിയ ബുദ്ധൻ്റെ പ്രതിമ കെട്ടിക്കൊണ്ടിരിക്കും. ഈ കാണാണ് ഈ ഒരു മൊണാസ്ട്രിയുടെ മെയിൻ എൻട്രൻസ്. അവിടെ ഈ മോങ്ങുകൾ പഠിക്കുന്ന സ്കൂളുകളും മറ്റേതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ കണ്ട ഈ മന്ത്രമണികളെല്ലാം കറക്കി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്തു. ഇവന്മാർ അപ്പോഴേക്കും കയറി അവരുടെ സ്കൂളുകളെല്ലാം കാണാറുണ്ട്. അത് നോക്കിയിരിക്കുമ്പോൾ ദാ വരുന്നു. കുറച്ചു നേരം അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവരെല്ലാം ആസാമിൽ നിന്നും സിക്കിമിൽ നിന്നുള്ള ആൾക്കാരാണ്. മുന്നോട്ട് നടന്നപ്പോൾ ദേ ഒരു വലിയ മണി, പിന്നെ അതിനകത്ത് കയറി അതെല്ലാം ഒന്ന് കറക്കുന്നു. ഇതാണ് ഈ മൊനാസ്ട്രിയുടെ ഹൃദയഭാഗം. ഇതിനകത്തുള്ള ഒരു ബുദ്ധ ടെമ്പിൾ. ഞങ്ങളങ്ങനെ ചെരുപ്പ് വെച്ച് നേരെ അതിനകത്തോട്ട് അവിടെ ഈ വിസിറ്റ് ചെയ്യാനുള്ള സമയമാണ് എഴുതി വെച്ചിരിക്കുന്നത്. വരണവർ ഈ സമയം നോക്കി അങ്ങ് വരിക. അതിൻ്റെ അകത്ത് കിട്ടിയൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. പ്രാർത്ഥന നടക്കുമ്പോൾ അവർ വായിക്കുന്ന വാദ്യോപകരണങ്ങൾ. ഈ പോണത് ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ടിബറ്റൻ ഫ്ലാഗ് വാങ്ങാനായിട്ട് പോകുന്നു. അവിടെ ആകെ ഈ ഒരു കട ഉണ്ടായിരുന്നുള്ളൂ, ടിബറ്റൻ ഫ്ലാഗ് മാത്രം ഇടുന്നുണ്ട്. അവസാനം ഞങ്ങൾ ടിബറ്റൻ ഫ്ലാഗ് കണ്ടുപിടിച്ച്. ഒരു ഫ്ലാഗിന് 30 രൂപയാണ് വില വരുന്നത്. പൈസ വാങ്ങാനിരിക്കുന്നത് മോഹം തന്നെയാണ്. അതിൽ ഓൾറെഡി മന്ത്രം ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രം ഉണ്ടോന്നാണ് മറ്റാൾ പറയണത്. ഫ്ലാഗെല്ലാം വണ്ടി കെട്ടിയപ്പോൾ തന്നെ വണ്ടികളുടെ ലുക്കെല്ലാം അങ്ങ് മാറിപ്പോയിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് പോണ വഴി ഒരു ബായിൻ്റെ ബിരിയാണി കട, അതൊരു ബിരിയാണി തന്നെയായിരുന്നു. തികയാണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഞങ്ങളുടെ ഓർഡർ. ന്യൂ ഇയർ ആയത് കൊണ്ട് തന്നെ ഇനി എവിടെ പോകുന്നുള്ള ചോദ്യം ഒന്നും നോക്കിയില്ല. വണ്ടി നേരെ വയനാട്ടിലോട്ട്.